പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വരുന്നത് 2026 ഗ്രൂപ്പ് സി സിവിലിയൻ ഒഴിവുകൾ. ഓക്കെ, ഞാൻ ഓൾറെഡി അത് നിങ്ങൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതാ കിട്ടിയിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നത്. ഗ്രൂപ്പ് സി ഒരു യൂണിഫോം ജോബ് അല്ല ഇത്, സിവിലിയൻ പോസ്റ്റാണ്. +2 ഉള്ളവർക്കും പിന്നെ 10ാം ക്ലാസ്സിൽ ഡ്രൈവിംഗ് ഒക്കെ അറിയാവുന്ന ഡ്രൈവർ പോസ്റ്റ് ഉള്ളവർക്കൊക്കെ കിട്ടുന്ന ഒരവസരമാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതാ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ടെലഗ്രാമിലും വാട്സപ്പ് ചാനലിലും ഞാൻ ഇടുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവരിപ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ കൊടുത്തേക്കുന്ന ഫോം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒട്ടും ക്ലിയറോ ക്ലാരിറ്റിയോ ഒന്നുമില്ല. അപ്പോൾ ഞാനിതിൻ്റെ ഒരു പെർഫോം എടുത്തിട്ട് ഞാനിതൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അത്യാവശ്യം ക്ലിയറും പ്രിൻ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ ഇതിനകത്തായിരിക്കും ഇടുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മുടെ ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പറയുന്നത് പോലെ ഇത് ഫില്ല് ചെയ്യുക. ഓക്കെ, എന്തൊക്കെ ഡോക്യുമെൻ്റ് വയ്ക്കണം എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോ മൊത്തം കണ്ടിട്ട് മാത്രം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. നിങ്ങൾക്ക് ആദ്യം കാണാം ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്. അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളെന്ന് പറയുന്നത് ലോ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, അതുപോലെ തന്നെ സിവിലിയൻ, മെക്കാനിക്കൽ, ട്രാൻസ്പോർട്ട് ഡ്രൈവർ, ഓർഡിനറി ഗ്രേഡ്, പിന്നെ അതുപോലെ തന്നെ ഹിന്ദി ടൈപ്പിസ്റ്റ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വന്നിട്ട് മാത്രമേ നിങ്ങളിത് ഫില്ല് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ ഈ 3 തരത്തിലുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റിൻ്റെ എന്താണോ പേര് അത് ക്യാപിറ്റൽ ലെറ്ററിൽ, ഇതെന്ത് ഫില്ല് ചെയ്താലും ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമേ എഴുതാവുള്ളൂ. ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടെ എഴുതുക. ഓക്കെ, ഇൻ ഡാഷ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു PDF ഇതാ ഈ ഒരു പേര് ഏറ്റവും അതായത് ഓരോ ബേസിനും തൊട്ട് മുകളിലുള്ള പേര്. ഇപ്പം നിങ്ങളിപ്പോൾ സതേൺ യൂണിറ്റിലോട്ടാണ് അയക്കുന്നതെങ്കിൽ HQ സൗത്ത് വെസ്റ്റേണോ അല്ലെങ്കിൽ HQ സതേൺ എയർ കമാൻഡ് IAF, ഈ ഒരു പേര് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു പേരാണ് നിങ്ങൾ അവിടെ വെക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ മാക്സിമം ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സതേൺ റീജിയൻ ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. വേക്കൻസി ഒക്കെ നോക്കിയിട്ട് സതേൺ റീജിയൻ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ. നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളിത് പ്രിൻ്റ് എടുത്ത് എഴുതേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് അപ്ലൈഡ് ഫോർ. അപ്പം നിങ്ങൾ ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പോസ്റ്റ്, അതായത് ഇവിടെ എഴുതിയ അതേ കാര്യം തന്നെയാണ് ക്യാപിറ്റൽ ലെറ്ററിൽ ഇവിടെ എഴുതണം. അത് കഴിഞ്ഞ് നെയിം ഓഫ് കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റർ, വലിയ അക്ഷരത്തിൽ തന്നെ ഇവിടെ നിങ്ങളുടെ പേര് എഴുതണം. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. അത് കഴിഞ്ഞ് ഫാദേഴ്സ് നെയിമാണ് എഴുതേണ്ടത്. ഫാദേഴ്സ് നെയിം നിങ്ങൾ പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. അത് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത്, അവിടെ കോളം തിരിച്ച് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ഈ ഫോമിൽ. ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഇപ്പം എൻ്റെ വെച്ചാണെങ്കിൽ 07/04/2002. അത് ഓരോ പാർട്ടിലായിട്ട് കറക്റ്റായിട്ട് എഴുതിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോഴേ ഒരു ഫോട്ടോ അങ്ങ് ഒട്ടിച്ചോ. അത് സെൽഫ് അറ്റസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളൊരു ഫോട്ടോ ഒട്ടിച്ചിട്ട് ഇവിടെ ഒരു സൈൻ ഇട്ട സെൽഫ് അറ്റസ്റ്റായി. സ്വന്തമായിട്ടൊരു ഒപ്പിട്ട് ഡോക്യുമെൻ്റ് സെറ്റ് ചെയ്താൽ അത് സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ആദ്യത്തെ ഡോക്യുമെൻ്റ് എടുത്ത് വെച്ചോ. കൂടെ വെക്കാനുള്ളത് കോപ്പി ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇവിടെ അറ്റസ്റ്റ് ചെയ്യണം. അതായത് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി എടുക്കുക, അതിനകത്ത് നിങ്ങളൊരു ഒപ്പങ്ങ് ഇടുക. ഓക്കെ, അപ്പോൾ ഇത് സെൽഫ് അറ്റസ്റ്റായ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവുന്നതായിരിക്കും. ഏജസ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് June 1 June 1 ഈ ഒരു ഫോം അവിടെ എത്തിയിരിക്കണം. എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്ന് 30 ദിവസം, June 1 നിങ്ങൾക്ക് എത്ര വയസ്സ് ദിവസം, ഓക്കെ, അത് കറക്റ്റായിട്ട് June 1 നിങ്ങൾക്ക് എത്ര വർഷം പ്രോപ്പറായിട്ട് ഇവിടെ തന്നെ. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, June 1. അത് കഴിഞ്ഞ് അഡ്രസ്സ് ഫോർ കറസ്പോൺസ് ഹൗസ് നമ്പർ വില്ലേജ്. നിങ്ങളുടെ അഡ്രസ്സ് ഫസ്റ്റ് ലൈൻ ഇവിടെ എഴുതുക, പോസ്റ്റ് ഓഫീസ് ഇവിടെ എഴുതുക, ഡിസ്ട്രിക്റ്റ് ഇവിടെ എഴുതുക, സ്റ്റേറ്റ് ഇവിടെ എഴുതുക, പിൻകോഡ് ഇവിടെ എഴുതുക. ഓക്കെ, ഇനി പെർമനൻ്റ് അഡ്രസ്സ് ഇതെല്ലാം സർട്ടിഫിക്കറ്റ് ഉള്ള പോലെ എഴുതണം, വരുത്തരുത്. പെർമനൻ്റ് അഡ്രസ്സ് ഇവിടെ ഉള്ളത് കറക്റ്റ് ഫസ്റ്റ് ലൈൻ എഴുതുക, പോസ്റ്റ് ഓഫീസ് എഴുതുക, ഡിസ്ട്രിക്റ്റ് എഴുതുക, സ്റ്റേറ്റ് എഴുതുക, പിൻകോഡ് എഴുതുക. ഇനി പ്രത്യേകമുള്ളത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ജനറൽ, OBC, SC, ST
ഏതാണോ അത് ഇവിടെ എഴുതുക. ഷോർട്ടായിട്ട് ഇവർ തന്നേക്കുന്ന പോലെ തന്നെ എഴുതുക. ഓക്കെ. അടുത്ത ഡോക്യുമെൻ്റ് എടുത്ത് വെച്ചോ. അറ്റാച്ച് സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് ഓൺലി ഫോർ SC ST OBC. ഇവർക്ക് 3 പേർക്ക് മാത്രം മതി ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അത് സെൽഫ് അറ്റസ്റ്റ്. ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുക്കുക, ഒരു ഒപ്പിടുക. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയായി. ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് തഹസിൽദാരുടെ നിന്നാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ തഹസിൽദാരിൽ നിന്ന് വേണം നിങ്ങൾ എടുക്കാനായിട്ട് സർട്ടിഫിക്കറ്റ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ 2 സർട്ടിഫിക്കറ്റായി. ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും വെച്ചു, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏതാ വെച്ചേ, കാസ്റ്റ് സർട്ടിഫിക്കറ്റിനത് വെച്ചു. അത് SC ST OBCക്കാർക്ക് മാത്രം, ജനറൽക്കാർക്ക് വേണ്ട. അത് കഴിഞ്ഞ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 ആണ് ഇവിടെ ഒരു മിക്ക ജോലിക്കും വേണ്ട ക്വാളിഫിക്കേഷൻ. അപ്പോൾ +2 ആണ് +2, ഡിഗ്രി ആണ് ഡിഗ്രി. അത് ഞാൻ പറയുന്നു, ഇവിടെ നിങ്ങൾ +2 വെച്ചാൽ മതി. +2 വെച്ചാൽ മതി. അത് കഴിഞ്ഞ് അടുത്ത ഡോക്യുമെൻ്റ് എടുത്തോ, +2 സർട്ടിഫിക്കറ്റ് കോപ്പി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് എത്രയായി? ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, കാസ്റ്റ് ഉള്ളവർക്ക് കാസ്റ്റ്, നിങ്ങളുടെ ബേസിക് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് +2ൻ്റെ കോപ്പി. അത് കഴിഞ്ഞ് ഇനി അതർ ക്വാളിഫിക്കേഷനോ ഏതെങ്കിലും അടുത്ത ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വെക്കുക. അതിൻ്റെ കോപ്പിയും കൂടി എടുത്ത് സെൽഫ് അറ്റസ്റ്റഡ്, എല്ലാം സെൽഫ്. ഇനി കാറ്റഗറി വെച്ച് അപ്ലൈ ചെയ്ത് നിങ്ങൾ ഏത് കാറ്റഗറിയാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ജനറൽ വിഭാഗമാണെങ്കിൽ ജനറൽ വിഭാഗം വെച്ച് അപ്ലൈ ചെയ്യുക. OBC വേക്കൻസി ആണെങ്കിൽ OBC, SC ST. അത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ കാറ്റഗറിയുടെ വേക്കൻസി PDF-ലുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വേക്കൻസി കുറച്ചെങ്കിലും ഉണ്ടോ അത് വെച്ച് അപ്ലൈ ചെയ്യുക. ഓക്കെ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യുക. ടെക്നിക്കൽ ഓർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ടെക്നിക്കൽ ഓർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വെക്കുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ NIL എന്ന് എഴുതുക. NIL എന്ന് എഴുതുക. ഒന്നും. ഡൊമസിയൽ അടുത്ത ഡോക്യുമെൻ്റ് വന്നു. ഡൊമസിയൽ നമ്മൾ കേരള എന്നാണ് ഇവിടെ എഴുതേണ്ടത്. കേരള. ഡൊമസിയൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വയ്ക്കുക. അത് തഹസിൽദാരുടെ നിന്നാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് കോപ്പി. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയായി? ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ കാസ്റ്റ്, SC ST OBCക്കാർക്ക് കാസ്റ്റ്, മറ്റെന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. അത് കഴിഞ്ഞിപ്പോൾ ഡൊമസിയൽ സർട്ടിഫിക്കറ്റ്. ഓക്കെ. അടുത്തതായിട്ട് വെദർ രജിസ്റ്റേർഡ് വിത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ S വയ്ക്കുക. S വെക്കുന്നെങ്കിൽ ഈ ഫസ്റ്റ് മെൻഷൻ രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് നെയിം ഓഫ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. നിങ്ങളിവിടെ S ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ തൊട്ടിവിടെ വലതുവശത്തായിട്ട് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പരും എക്സ്ചേഞ്ചിൻ്റെ പേരും കൂടെ നൈസിന് ഇവിടെ അങ്ങ് വലതുവശത്തോട്ട് ചേർത്ത് അങ്ങ് എഴുതി. ഓക്കെ. അത് കഴിഞ്ഞ് നിങ്ങളിതെല്ലാം ഹിയർ ബൈ മെൻഷൻ കൊടുത്തിട്ട് ഇവിടെ സിഗ്നേച്ചർ, ഇവിടെ സിഗ്നേച്ചർ പേന വെച്ച് സിഗ്നേച്ചർ ഇടുക. നിങ്ങൾ എന്നാണോ അയക്കുന്നത് ആ ഡേറ്റ് ഇടുക. ഓക്കെ. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, June 1 ലാസ്റ്റ് ഡേറ്റ്. അതിനകത്ത് അവിടെ ഇത് എത്തണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സദേൺ റീജിയനിലുള്ള ഏതെങ്കിലും ബെറ്റർ. ദൂരോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റൽ ഡിലേ വല്ലതും ചാൻസ് കിട്ടും. അതുകൊണ്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാതിരിക്കാൻ ഇതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട. ഇതെല്ലാം ഒഫീഷ്യൽ റെക്കോർഡ് ഓൺലി. ഇതെല്ലാം അവരാണ് ചെയ്യേണ്ടത് ഈ ഒരു പാർട്ടിൽ നിന്ന്. ഇനി അടുത്തത് ഈ അക്നോളജ്മെൻറ്റ് കാർഡാണ്. ഇത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കണം. ഈ ഒരു കാർഡ് അവർ തിരിച്ചയച്ചു തരും. ഈ അക്നോളജ്മെൻറ്റ് കാർഡ് അവർ തിരിച്ച് അയക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിറ്റ് കാർഡായിട്ട് അവർ അയക്കും. അപ്പോൾ ഇവിടെയും ഒരു ഫോട്ടോ ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിച്ചു. അത് കഴിഞ്ഞ് ഇനി ഇവിടെയാണ് അടുത്ത ഫോട്ടോ ഒട്ടിക്കുക. ഇത് ഒട്ടിച്ച് വെച്ചേക്കുക. സെൽഫ് അറ്റസ്റ്റ് സൈനും കൂടി ഇടുമ്പോൾ സെൽഫ് അറ്റസ്റ്റഡ്. അത് കഴിഞ്ഞ് പോസ്റ്റ്. ഇവിടെ നിങ്ങൾ ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്ത് ആ പോസ്റ്റ് ഒന്നുകൂടെ എഴുതുക. അത് കഴിഞ്ഞ് നെയിം, നിങ്ങളുടെ പേര് വലിയ ലെറ്ററിൽ ബ്ലോക്ക് ലെറ്ററിൽ എഴുതുക. ഫാദേഴ്സ് നെയിം. അത് കഴിഞ്ഞ് അഡ്രസ്സ്, അതായത് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത അതേ അഡ്രസ്സ്, ഒരു വ്യത്യാസവും കൂടാതെ ഇവിടെയും കൂടെ അങ്ങ് എഴുതുക. ഓക്കെ. സെയിം അഡ്രസ്സ്, ഇവിടെ ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് എല്ലാം ഇവിടെ ഇത്രയും പാർട്ട് സെയിം അഡ്രസ്സ്. അത് കഴിഞ്ഞ് ഇൻഡെക്സ് നമ്പർ, ഫിസിക്കൽ ടെസ്റ്റ്, ഇത് അവരെഴുതണം. ഫിസിക്കൽ ടെസ്റ്റിൻ്റെതും അവരെഴുതും. ഇതൊക്കെ അവരെഴുതും. ഓക്കെ. ഈ 4ഉം 5ഉം അവരെഴുതും. നമ്മൾ ഇത് അവരുടെ ഒപ്പാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് ഫോട്ടോ ഒട്ടിച്ച് ഒരു 2 പേജ് വരുന്ന ഫോമാണ് ഉള്ളത്. ഓക്കെ. ഈ 2 പേജും കൂടെ സ്റ്റാപ്ലെയർ ചെയ്യുക. ഇനി വെക്കേണ്ട മറ്റ് ഡോക്യുമെൻറ്റ് അഡീഷണൽ ആയിട്ടുള്ളത് ഒരു അഡീഷണൽ എൻവലപ്പ് വെക്കുക. പോസ്റ്റൽ കവർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എൻവലപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഈ ഒരു ഫോം ഒരു എൻവലപ്പ് ഇട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അതുകൂടാതെ ഒരു എൻവലപ്പ് കൂടെ വെക്കുക. ആ എൻവലപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10 രൂപയുടെ സ്റ്റാമ്പ് പോസ്റ്റ് ഓഫീസിൽ മേടിച്ച് ഒട്ടിക്കുക. 10 രൂപയുടെ സ്റ്റാമ്പ്. ഓക്കെ. 10 രൂപയുടെ സ്റ്റാമ്പാണ് നിങ്ങൾ. അത് പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും. അപ്പോൾ അവരത് നിങ്ങൾക്ക് ആ ഒരു എൻവലപ്പിൽ ഒട്ടിച്ചു തരും. അത് നൈസിന് മടക്കി ഈ ഒരു ഫോം
ഓക്കെ, ഇതിൻ്റെ കൂടെ അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്നോളജ്മെൻറ്റ് കാർഡ് അവർക്ക് അയച്ചു തരാനായിട്ടുള്ള പോസ്റ്റൽ കവറാണ്. അതിന് വേണ്ടിയാണ് നിങ്ങളത് ചെയ്യേണ്ടത്, അത് മറന്നു പോകരുത്. ആയിട്ട് 2 അഡീഷണൽ ഫോട്ടോ, നിങ്ങൾ ഓൾറെഡി ഇവിടെ 2 ഫോട്ടോ ഒട്ടിക്കുന്നുണ്ട്. ഓക്കെ, അത് കൂടാണ്ട് 2 ഫോട്ടോയും കൂടെ കവറിലിട്ട് മെയിൻ നിങ്ങൾ ഈ ഫോം അയച്ചു കവറിനകത്ത് 2 എണ്ണം കൂടെ, ഓക്കെ, 2 അഡീഷണൽ ഫോട്ടോയും കൂടെ വെച്ചിട്ട് അവർക്ക്. പിന്നെ ഉള്ളത്, നിങ്ങളിത് അയക്കുന്ന മെയിൻ കവറിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കത്ത് അയക്കാൻ അറിയാമല്ലോ എങ്ങനെ, 2 വയ്ക്കും. ഫ്രം നമ്മുടെ അഡ്രസ്സ്, താഴെ 2 നമ്മൾ എവിടോട്ടാണ് അയക്കുന്നത് ആ അഡ്രസ്സ് ഈ PDF-ലുണ്ട്. ഇപ്പം നിങ്ങൾ ഇൻ കേസ് തിരുവനന്തപുരത്തേക്കാണ് അയക്കുന്നതെങ്കിൽ ഇതാണ് അഡ്രസ്സ്: കമാൻഡിങ് ഓഫീസർ HQ സാധേൺ എയർ കമാൻഡ്, ആക്കുളം, ട്രിവാൻഡ്രം, പിൻകോഡ്. അതുപോലെ നിങ്ങൾ അയക്കുന്ന ഏതാണോ, മൾട്ടിപ്പിൾ സ്ഥലത്തോട്ട് അയക്കണമെങ്കിൽ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ടാണ് അയക്കുന്നത്, അവിടുത്തെ അഡ്രസ്സ് ഉണ്ട്, അതിൽ നോക്കി എഴുതുക. അപ്പോൾ ഇതൊരു എൻവലപ്പ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഫ്രം എഴുതി, ഇവിടെ 2 എഴുതി, ഈ ഒരു ഇവിടെ 2, ഇവിടെ ഫ്രം. ഇനിതാ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ എഴുതേണ്ട കാര്യമാണ് ആപ്ലിക്കേഷൻ. എന്താ വലിയ ലെറ്റർ ഇതുപോലെ എഴുതണം: ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്. ഇത് പോസ്റ്റാണ്. ഇപ്പോൾ LD ക്ലർക്ക് ആണെങ്കിൽ ലോ ഡിവിഷണൽ ടൈപ്പിസ്റ്റ്, അത് വെച്ചിട്ട് ആൻഡ് കാറ്റഗറി ജനറൽ ആണെങ്കിൽ GEN എന്നും, OBC SC ST ഏതാണോ അങ്ങനെ മുകളിൽ എന്തായാലും എഴുതിയിരിക്കണം. അങ്ങനെ എഴുതാത്തത് ഇവർ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ അതാ എഴുതിയിരിക്കും എൻവലപ്പ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എല്ലാം അയച്ചു കൊടുക്കുന്ന ഒരു എൻവലപ്പ്. ആ എൻവലപ്പിൻ്റെ അകത്ത് വേണ്ട സാധനങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം. അത് പറയുന്ന ഡോക്യുമെൻറ്റ്, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, രണ്ടാമത് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളവർക്ക് മാത്രം അതിൻ്റെ കോപ്പി, പിന്നെ അതുപോലെ തന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ മറ്റെല്ലാ കാര്യങ്ങളും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നോക്കി ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ID പ്രൂഫിനായിട്ട് ആധാറോടെ വെച്ചെന്ന് പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.